ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അനുഗ്രഹത്തിൻ്റെ വർഷം, പുതുവത്സരത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നേരുന്നു. 2024 വളരെ പെട്ടെന്ന് കടന്നുപോയി. നവംബർ ഡിസംബറൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ കലണ്ടറൊക്കെ മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചത്. വളരെ സ്പീഡിൽ കടന്നുപോയൊരു വർഷമായിരുന്നു 2024. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ഒക്കെ നമുക്ക് തന്നു. ഈശോയുടെ അനുഗ്രഹത്തിൽ നമ്മളൊരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിയൊരു അനുഗ്രഹത്തിൻ്റെ 12 മാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ 12 അപ്പസ്തോലന്മാരെ കുറിച്ചൊക്കെ പഠിക്കുകയൊക്കെ ഉണ്ടായി. നമ്മൾ പൗലോസിനെ കുറിച്ചൊക്കെ പഠിച്ചാണ് ആ ഒരു സെഷൻ, ആ ഒരു വലിയ സീരീസ് അവസാനിപ്പിച്ചത്. ആ ശുശ്രൂഷയിലൊക്കെ നിങ്ങൾ ഭാഗമായതിനോർത്ത് പ്രത്യേകമായിട്ട് നിങ്ങൾ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഈ 12 അപ്പസ്തോലന്മാരുടെ വലിയ മധ്യസ്ഥം ശക്തി നിങ്ങൾക്ക് ഈ 2025 ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയൊരു വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വി ഡോണ്ട് നോ അല്ലേ എന്താണ് ഈ വർഷം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും, സങ്കടങ്ങളും ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കഴിഞ്ഞ വർഷം നമുക്ക് ഇതിങ്ങനെ കയറി ഇറങ്ങി നിന്ന് കാണും. ഒത്തിരി സന്തോഷങ്ങൾ, കുറച്ച് സങ്കടങ്ങൾ, ചിലപ്പോൾ ചിലർക്ക് കുറേ അധികം വേദനകൾ, സന്തോഷിക്കാൻ ചിലപ്പോൾ ചെറിയ കാരണങ്ങളൊക്കെ. നമുക്കറിയില്ല എന്തായാലും ഈ വർഷം എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വർഷത്തിലായിരിക്കാം 2025. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ മുഴുവൻ ടേൺ ചെയ്യുന്ന വലിയൊരു കാര്യത്തെ ഫേസ് ചെയ്യേണ്ട ഒരു വർഷമായിരിക്കാം. നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ പഠനമോ നിങ്ങളുടെ ഒരു കരിയർ, നിങ്ങളുടെ ജീവിതാന്തസ്സോ ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരിക്കും. നമുക്കറിയാം തിരുസഭയെ സംബന്ധിച്ച് ഈ വർഷം പ്രത്യാശയുടെ വർഷമാണ്. നമ്മളൊരു പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ, ആ ഒരു ഒറ്റ തീമിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷം വലിയൊരു അനുഗ്രഹമാക്കി മാറ്റേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ചിലപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം, നല്ലതും മോശവും ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ ഒറ്റ കാര്യം മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, അതായത് വി ആർ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. നമുക്ക് ഒരുപാട് നിരാശപ്പെടുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം. നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിലൊരു വലിയ ക്രൈസിസ്, ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലൊരു വലിയ ക്രൈസിസ് ചിലപ്പോൾ വന്നേക്കാം. നമ്മൾ 2025 അടിപൊളിയാകുമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരിക്കാം. വി ഡോണ്ട് നോ. അച്ഛൻ വർഷത്തിൻ്റെ തുടക്കത്തിലെ ദുരന്തം പറയുകയാണെന്ന് ചിന്തിക്കല്. വി എക്സ്പെക്റ്റ് അല്ലേ, നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും നന്മയല്ല പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മ ആഗ്രഹിക്കുമ്പോഴും നമ്മളൊരു നെഗറ്റിവിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നെഗറ്റിവിറ്റി പ്രതീക്ഷിച്ചൊക്കെ നിൽക്കുമ്പോൾ അത് ഇടി പോലെ വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് തന്നെ വന്നാലും നമുക്കൊരൊറ്റ തീരുമാനമാണ്, ഐ വിൽ ബി ഹോപ്പ്ഫുൾ. ഞാൻ പ്രത്യാശയോടുകൂടി ഇരിക്കും. സങ്കീർത്തനം 71 നമ്മൾ പണ്ട് ധ്യാനിച്ചിട്ടില്ലേ? ഇങ്ങനെ സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. സങ്കീർത്തനം 71:14 ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആ പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആയിരിക്കും. എന്താ ചെയ്യേണ്ടത്, അടുത്ത് എന്താണ്, മൊത്തം 2024 മുഴുവൻ ഇരുട്ടായിരുന്നല്ലോ, ഇനി എന്താ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കൊരൊറ്റ പ്രതീക്ഷയാണ്, ഈശോ ഇവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ പ്രത്യാശ നമ്മൾ വിശ്വസിച്ച വ്യക്തികളോ നമ്മൾ ആശ്രയിച്ച പ്രസ്ഥാനങ്ങളോ അല്ല. നമ്മളെ ഈ 2024 നയിച്ച ഈശോ 2025 കൂടുതൽ സ്നേഹത്തോടെ നമ്മളെ നയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളുടെ അടയാളമായിട്ട് നമ്മൾ മാറുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇരുട്ടിലായിരിക്കും, ചിലപ്പോൾ സങ്കടത്തിലായിരിക്കും, ഈശോയെ തന്നെ നോക്കി അങ്ങ് ജീവിക്കാം. ഈ ബൈബിളിലെ സുന്ദരമായൊരു എപ്പിസോഡുണ്ട്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം വായിച്ചിട്ടുള്ളൂ. അതായത് നമ്മൾ ഈസ്റ്റർ സമയത്തൊക്കെ വായിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഈശോ മരിച്ചു, അടക്കപ്പെട്ടു, മഗ്ദല മറിയത്തിൻ്റെ ഒരു എപ്പിസോഡുണ്ട്, വായിച്ചു നോക്കണം. 20-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. അതിരാവിലെ ഇരുട്ടായിരുന്നപ്പോൾ തന്നെ മഗ്ദല മറിയം ഈശോയുടെ ഈ കുടീരം ഈശോയെ അന്വേഷിച്ചിറങ്ങിയതാണ്. ഏർലി മോർണിംഗ് വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ തോന്നുന്നു, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഇഫക്റ്റ് തോന്നുന്നതെന്ന് തോന്നുന്നു. വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവൾ ഈശോയെ അന്വേഷിച്ചിറങ്ങി. ഇതിൻ്റെ ഒരു അർത്ഥം ഒരു രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ കടബാധ്യത, രോഗങ്ങൾ, സങ്കടങ്ങൾ, പരാജയം, ഇഷ്ടംപോലെ ദുരനുഭവങ്ങൾ, ഒരു ഡാർക്ക്നെസ് ആണ്. ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക്, ഒരു ഇരുട്ടിലാണ്. അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം എന്ന് അറിഞ്ഞുകൂടാ, ഇനി എന്നെ ചെയ്യണം, ആരോട് എന്ത് ചോദിക്കണം, ഒരു പിടിയില്ലാത്ത രാവും പകലുകളൊക്കെ ആയിരിക്കും. നമുക്ക് പട്ടാപ്പകൽ തന്നെ ഇരുട്ട് എന്നുള്ള അവസ്ഥ. എന്താ ചെയ്യേണ്ടത് അറിയില്ല. നമുക്കൊരൊറ്റ പ്രതീക്ഷയുള്ളൂ, ഈ ഇരുട്ടത്തും എനിക്ക് അന്വേഷിച്ച് ചെല്ലേണ്ടതും ഞാൻ അന്വേഷിച്ചാൽ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നതുമായ ഒരേ ഒരാളേ ഉള്ളൂ. ദാറ്റ് ഈസ് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ ഈശോയെ മാത്രം. മഗ്ദല മറിയത്തിൻ്റെ ആ ഒരു മൈൻഡോടുകൂടി നമ്മൾ ഈ 2025 കയറണം. വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക്. 2025 ആദ്യത്തെ മണിക്കൂറുകൾ എങ്ങനെ ആയിരുന്നു അറിഞ്ഞു, നമുക്ക് എല്ലാവർക്കും വ്യത്യാസമായിരിക്കും. മേ ബി ഇറ്റ് ഈസ് ഡാർക്ക്നെസ്, ഒരു ഇരുട്ടിലായിരിക്കും. നമുക്കൊരൊറ്റ ഓപ്ഷൻ ഉള്ളൂ, വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക്. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഈശോ അന്വേഷിച്ചിറക്കുക. എല്ലാം മാറട്ടെ, എല്ലാം ഓക്കെ ആവട്ടെ, എന്നിട്ട് പോയി പ്രാർത്ഥിച്ചേക്കാമെന്നല്ല. നമുക്ക് അറിയില്ല ഇനി എന്നാ ചെയ്യേണ്ടതെന്ന്, അടുത്ത സ്റ്റെപ്പ് എന്നാ എടുക്കേണ്ടതെന്ന് അറിയില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല 2025. ഇനി എങ്ങനെ പഠിക്കണം എന്ന് അറിയത്തില്ല, ഇനി എവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് അറിയത്തില്ല, ഇനി ആരോട് ഉപദേശം തേടണമെന്ന് അറിയില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക്, ബട്ട് ദർ ഈസ് എ ലൈറ്റ് അഹെഡ്.
ആ ലൈറ്റ് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണുന്നില്ലേ, സകലരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരാനിരിക്കുന്നു. ഈശോയാണത്. ആ പ്രകാശത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അന്ധകാരത്തിനും പറ്റിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത രീതിയിൽ വമ്പൻ ഇരുട്ടുകളൊക്കെ വരും. ഇതുവരെ ഉണ്ടായതിനെക്കാട്ടി ചിലപ്പോൾ വലിയ ഇരുട്ടുകളൊക്കെ ആയിരിക്കും വരിക. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രദേശമാണെന്ന് അറിയോ, എന്നാ വലിയ അന്ധകാരമാണെങ്കിലും ആ അന്ധകാരം എന്നെ മൂടാതെ എൻ്റെ മേൽ പ്രകാശമായിട്ട് ഉദിക്കുന്ന ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട്. ആൻഡ് വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക്, ഈ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈശോയെ അന്വേഷിച്ചിറങ്ങും. അതായത് ഇതിങ്ങനെ ഇവിടെ ഈ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഇരുന്നിട്ട് തന്നെ നന്നായിട്ട് വേർക്കുമ്പോൾ തന്നെ ഈശോയെ അന്വേഷിച്ചിറങ്ങുക എന്നുള്ളതാണ്. ഇത് വേർത്താലും തണുപ്പായാലും എന്ത് കാലാവസ്ഥയായാലും അച്ഛൻ കിടന്ന് ഉരുണ്ടതല്ല കേട്ടോ. ഇതിപ്പോൾ ഒരു റിയാലിറ്റി അല്ലേ. നമ്മളിപ്പം എന്ത് ചെയ്താലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. മര്യാദയ്ക്ക് ഇരുന്നൊരു ന്യൂ ഇയർ ടോക്ക് എടുക്കണം എന്ന് വിചാരിക്കുമ്പോഴത്തേനും വെട്ടി വേർക്കാണ്. നിങ്ങളോട് ഇത് സംസാരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷേ നമ്മൾ നിർത്തുന്നില്ല. എന്തുകൊണ്ട്? ഈ വേർപ്പായിരിക്കുമ്പോൾ തന്നെ, ഈ ഉഷ്ണമായിരിക്കുമ്പോൾ തന്നെ, ഈ നമ്മൾ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ഈ വേർപ്പിൻ്റെ അല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ പുഴുങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഈശോയെ തന്നെ അന്വേഷിച്ചിറങ്ങുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ഈ മാലാഖമാർ വന്ന് മഗ്ദലന മറിയത്തോട് സംസാരിക്കുന്നു. പിന്നെ ഈശോ തന്നെ നേരിട്ട് വരുന്നുണ്ട്. വന്നിട്ട് മഗ്ദലന മറിയത്തോട് ചോദിക്കുന്ന ഒരു ഒന്നൊന്നര ചോദ്യമുണ്ട്. എന്താണത്? നീ എന്തിനാണ് കരയണത്? നീ എന്തിനാ കരയുന്നത്? ഇപ്പം നമ്മൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈശോയെ ഞാൻ എന്നെ ചെയ്യും. 2024 ഇങ്ങനെയായിരുന്നു. 2025 ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ തന്നെ ഞാൻ എന്നെ ചെയ്യും കർത്താവേ. ഒരു കൊല്ലം പോലും മര്യാദയ്ക്ക് തുടങ്ങാൻ അനുവദിക്കില്ലേ? ന്യൂ ഇയറിന് എടുത്ത തീരുമാനം, പാതിരാത്രി 12 മണിക്ക് എടുത്ത തീരുമാനം മണിക്കൂറുകൾക്കുള്ളിൽ തകർത്ത് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഞാൻ എന്നെ ചെയ്യും കർത്താവേ. ഒറ്റ ചോദ്യമാണ് ഈശോയ്ക്ക്. അത് ചോദിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും. നീ എന്തിനാ കരയണേ? പൊട്ടിക്കരയൊന്നുമല്ലായിരിക്കും, മനസ്സ് കരയായിരിക്കും. ഒരു നിരാശയിലേക്ക് പോയിരിക്കായിരിക്കും. ഈ കൊല്ലവും ശരിയാവുകയില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരിക്കും. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ഇവിടെ തന്നെ ഉണ്ടോ? വേറെ ആരുമില്ല. അപ്പനില്ല, അമ്മയില്ല, ജീവിത പങ്കാളിയില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല, സുഹൃത്തുക്കളോ ഒന്നുമില്ല. എനിക്ക് വേണ്ടി എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട്. ഈ ഇരുട്ടത്ത് എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട്, ഈശോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഈശോയും കൂടെ കൈവിട്ടാൽ, ഈശോയും കൂടെ നമ്മൾ കൈവിട്ടാൽ പിന്നെ ടോട്ടൽ ഡാർക്ക്നെസ്. കാരണം നമുക്ക് വേറെ വെട്ടമില്ല. ഒരു ടോർച്ച് ലൈറ്റിനോ സൂര്യനോ ചന്ദ്രനോ പ്രകാശിപ്പിക്കാൻ പറ്റാത്ത ചില ജീവിതങ്ങളാണ്. അച്ഛൻ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ കുറച്ച് പേർക്ക് അങ്ങനെ ചിലപ്പോൾ വല്ലാത്ത ഇരുട്ടിലൂടെ കടന്നുകൊണ്ടാകാം. നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾ ആശ്രയിച്ച ഒന്നിനും പോലും നിങ്ങളെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല. ബട്ട് ലുക്ക് അറ്റ് ദ ട്രൂ ലൈറ്റ്. ആ യഥാർത്ഥ സിംഗിൾ ലൈറ്റിലേക്ക്, സിംഗിൾ പ്രകാശത്തിലേക്ക് നോക്കുക. ഈശോയാണ്. നിങ്ങളുടെ മുഖം വിടരും, നിങ്ങളുടെ ചങ്ക് വാടിപ്പോയതൊക്കെ ഇങ്ങനെ ചാടി കയറി ഇങ്ങനെ വരും. അങ്ങനെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ വർഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര ഇരുട്ടിലും നിൻ്റെ മേൽ ഉണർന്ന് പ്രശോഭിക്കുന്ന ഈശോയുടെ ആ സൗന്ദര്യം, ഈശോയുടെ പ്രകാശം. ഏശയ്യാ 60-ന്റെ 1-2 വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? ഉണർന്ന് പ്രശോഭിക്കുക. സോ അതൊരു തീമായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു റൂളായിട്ട് ഈ വർഷം എടുക്കുക. റൈസ് ആൻഡ് ഷൈൻ. എന്തിനാണ്? നമ്മൾ നേടിയെടുത്തതിൻ്റെ പേരിലോ നമുക്ക് കിട്ടിയ അപ്രീസിയേഷൻ്റെ പേരിലോ ഒന്നുമല്ല. റൈസ് ആൻഡ് ഷൈൻ. കാരണം കർത്താവിൻ്റെ പ്രകാശം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈശോയുടെ വെട്ടം നിൻ്റെ മേൽ അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ റൈസ് ആൻഡ് ഷൈൻ. ലൈഫ് എന്തെങ്കിലും കൊണ്ടുവരട്ടുള്ളൂ. 2025 നമുക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏറ്റവും പോക്ക് വർഷമായിരിക്കാം, ഏറ്റവും വലിയ ദുരന്തം വരുന്ന വർഷമായിരിക്കാം. ബട്ട് വി റൈസ് ആൻഡ് ഷൈൻ. നമ്മൾ എഴുന്നേക്കും, നമ്മൾ പ്രകാശിക്കും. കാരണം നിത്യമായ പ്രകാശം, കർത്താവിൻ്റെ പ്രകാശം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ബിലീവ് ഇറ്റ്, ടേക്ക് ടു ദ ഹാർട്ട്. ഒരു 100% 100 മേനിയായിട്ട് ആ വചനം അഭിഷേകത്തോടെ നിങ്ങൾ നിറയട്ടെ. ഒരു ബ്ലെസ്ഡ് 12 മാസം ആശംസിക്കുകയാണ്. നമ്മൾ ഈ വർഷവും ഒത്തിരി വചനങ്ങൾ പഠിക്കും, വചനം വായിക്കും, ഈശോയെ തന്നെ മുറുകെ പിടിച്ച് ഈ ലോകത്തിൽ, ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശമായിട്ട് നമ്മളും തിളങ്ങും. കാരണം ഈശോയുടെ പ്രകാശം നമ്മളെ മേൽ അടിക്കുമ്പോൾ നമ്മൾ പ്രകാശിക്കും. ഒരുപാട് ഇരുട്ടിലായിരിക്കുന്ന മക്കളെ പ്രകാശിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. വിഷ് യു എ ബ്ലെസ്ഡ് ഇയർ. ആമേൻ.